വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് CBSE സ്റ്റേറ്റിലെ തന്നെ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണക്ടിങ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഇൻ പാരലൽ വിത്ത് ദ ബാറ്ററി ഇൻസ്റ്റെഡ് ഓഫ് കണക്ടിങ് വിത്ത് ദം സീരീസ്. അപ്പോൾ ഒരു സപ്ലൈ സോഴ്സ്, അത് ബാറ്ററി ആവട്ടെ എന്താവട്ടെ കുഴപ്പമില്ല, ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുന്നു. സപ്ലൈ സോഴ്സ് പാരലായിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ എന്താണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള ഗുണം, മറ്റേ സീരീസിനെക്കാളും എന്താണ് മെച്ചം അല്ലെങ്കിൽ ഗുണം എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ 1, 2, 3, 4 ഒരു 4 എഴുതിയിട്ടുണ്ട്. പറയാൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചുരുക്കി ഒരുപാട് സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന രീതിയിൽ 4 ക്വസ്റ്റ്യൻ മാത്രം, 4 ആൻസർ മാത്രം നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അപ്ലയൻസസ് ഗെറ്റ് ഫുൾ വോൾട്ടേജ് അക്രോസ് ദം ആൻഡ് ഇറ്റ് വിൽ ബി വർക്കിംഗ് ഇൻ പ്രോപ്പർലി. ഇപ്പോൾ പാരലലില് എല്ലാ അപ്ലയൻസസിനും നമ്മൾ ഫുൾ വോൾട്ടേജും കിട്ടും അതിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപ്ലയൻസസിന് ആവശ്യമായ വോൾട്ടേജ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതേസമയം സീരീസ് ആകുമ്പോഴോ വോൾട്ടേജ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ഈച്ച് റെസിസ്റ്റേഴ്സ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് V = V1 + V2 + V3. അതായത് ഓരോ റെസിസ്റ്റേഴ്സിനും ഓരോ വോൾട്ടേജ് ആയിട്ട് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്തൊക്കെ പോകും. ഓക്കെ, അടുത്തത് പാരലലിന്, രണ്ടാമത്തത് പാരലലിന് കൺട്രോളിങ് സെപ്പറേറ്റ്ലി. നമ്മുടെയൊക്കെ വീട്ടിലെ വയറിംഗ് പോലെ തന്നെ ഓരോ സ്വിച്ച് വെച്ച് ഓരോ ലൈറ്റിനെയും ഫാനിനെയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ സീരീസിനാകുമ്പോഴോ ഓൺലി വൺ കൺട്രോൾ, ഒരേ ഒരു കൺട്രോൾ മാത്രമേ ഉള്ളൂ. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒത്തണയും. ഓക്കെ, അടുത്ത ഇനി നമുക്ക് പാരലലിൽ മൂന്നാമത്തത്, ടോട്ടൽ കറണ്ട് ഈസ് ദ സം ഓഫ് ദ ഓൾ ബ്രാഞ്ച് കറണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കറണ്ട്, അതിൻ്റെ ആ പാരലൽ സർക്യൂട്ടിനകത്തുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ സബ്ബായിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളുടെയും കൂടെ സം ആയിരിക്കും. ഇനി അതേസമയം സീരീസ് സർക്യൂട്ടിനകത്ത് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് കറണ്ടിന് എവരിവെയർ ഇൻ ദ സർക്യൂട്ട്, എല്ലായിടത്തും ഒരേ കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഇനി പാരലലിൽ നാലാമത്, എനി വൺ ഓഫ് ദ സർക്യൂട്ട് ഇസ് ഡാമേജ് ദാറ്റ് കനോട്ട് ബി അഫക്റ്റഡ് ടു ദ അതർ സബ് സർക്യൂട്ട്സ്. ഏതെങ്കിലും ഒരു സാധനത്തിന് കംപ്ലൈന്റ് ആയാൽ ആ ഒരു സാധനം മാത്രം വർക്ക് ചെയ്യാതിരിക്കും. അതേസമയം സീരീസിലാവുമ്പോഴോ എനി വൺ ഓഫ് ദ റെസിസ്റ്റേഴ്സ് ഇസ് ഡാമേജ്, ടോട്ടൽ സർക്യൂട്ട് ഈസ് ഓഫ്. നമ്മൾ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലൈറ്റോ എന്തെങ്കിലും ഒന്ന് കട്ടായാൽ ഫുള്ളി സർക്യൂട്ടും ഓഫായി പോകും. ഓക്കെ, അപ്പോൾ ഏകദേശം ഐഡിയ പിടികിട്ടി കാണുമല്ലോ അല്ലേ, അഡ്വാൻറ്റേജ് പാരലലിൻ്റെയും സീരീസിൻ്റെയും ഒക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. ഹൗ ക്യാൻ 3 റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസസ് 2 ohm, 3 ohm and 6 ohm be connected to give total resistance of 4 ohm and 1 ohm. അപ്പോൾ നമ്മൾ 3 റെസിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. 2 ohm ഉണ്ട്, 3 ohm ഉണ്ട്, 6 ohm ഉണ്ട്. ഇതിനെ എങ്ങനെ കണക്ട് ചെയ്താൽ ഒരു കണ്ടീഷനിൽ 4 ഓമും വേറൊരു കണ്ടീഷനിലും 1 ഓമും കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമുക്ക് എന്താണ്, 4 ohm കിട്ടുന്നതാണ് നോക്കാം. ആസ് പെർ ദ ഷോൺ ഫിഗർ കണക്ട് ദ റെസിസ്റ്റേഴ്സ് ഇൻ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 4 ohm. അപ്പോൾ നമുക്ക് ഇനി ഒരു ഫിഗർ തരും. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഫിഗർ പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതേ റെസിസ്റ്റേഴ്സുകൾ ആ ഫിഗറിൽ കാണുന്ന പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 4 ohm നമുക്ക് കിട്ടും. എങ്ങനെയാണ് കണക്ഷൻ? കണക്ഷൻ ഇതാണ്. ഒരു 2 ohmന് നമുക്കിവിടെയുള്ള 2 ohm, 3 ohm, 6 ohm ആണെങ്കിൽ എൻ്റെ 2 ohmന് സീരീസ് ആയിട്ടും ആ സീരീസ് ആയിട്ടുള്ള 2 ohmന് പാരലായിട്ട് ആ 2 ohm ഉള്ള റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് ഒരു 3 ohm, 6 ohm പാരലാക്കിയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ 3 ohm, 6 ohm പാരലും 2 ohm അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം 2, ആദ്യത്തെ 2 ohmന് 2 പ്ലസ് ഇനി 1/R1 + 1/R2 ആണല്ലേ, 1/3 + 1/6 എന്ന് പറഞ്ഞാൽ നമുക്ക് LCM എടുക്കാം. ഇവിടെ ഈ 2 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് LCM എടുക്കേണ്ട കാര്യമില്ല. R1 R2/R1 + R2 എന്നുള്ള മെത്തേഡിൽ പോവാം. അപ്പം R1 എന്ന് പറയുന്നത് 3 ohm, R2 എന്നുള്ള 6 ohm ആണെങ്കിൽ 3 × 6, അപ്പോൾ 2, നമുക്ക് ആദ്യത്തെ 2 സീരീസ് ആണ്, 2 + 3 × 6 ഡിവൈഡഡ് ബൈ 3 + 6. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 + 3 × 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 ഡിവൈഡഡ് ബൈ 3 + 6 is 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
നമുക്ക് 2 + 2 = 4 ഓം എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ നമുക്ക് 4 ഓം കിട്ടുന്ന മെത്തേഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയാണ് അവർ പറഞ്ഞ 1 ഓം കിട്ടുന്നതെന്നുള്ളതാണ്. ആസ് പെർ ദ ഗിവൺ ഫിഗർ കണക്ട് ദ ഓൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വി ഗെറ്റ് ദ ടോട്ടൽ. അപ്പോൾ നമുക്ക് ഇനി തന്നിരിക്കുന്ന 2 ഓമും 3 ഓമും 3 ഓമും എല്ലാം പാരലായിട്ട് ഇനി താൻ കാണിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം പോലെ 2 ഓം 3 ഓം 6 ഓമിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഓം കിട്ടും. നമുക്ക് നോക്കാം, ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ആർ ടോട്ടൽ RT = 1/2 പ്ലസ്, അതായത് 1/R1 + 1/R2 + 1/R3 എന്നുള്ള മോഡലാണ്. 1/2 + 1/3 + 1/6. നമുക്ക് ഇതിൻ്റെ LCM എടുക്കാം. LCM 2, 3, 6 LCM എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 1 × 3 + 1 × 2 + 1 × 1 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 6/6 = 1 ഓം. 6/6 എന്ന് പറയുന്നത് നോർമലി അല്ല, 6/6 അത് 1/R ആണ്. 6/6 ഇനി R = വീണ്ടും അതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവിടെ രണ്ടും 6 ആയതുകൊണ്ട് 6/6 തന്നെ വരും, 1 ഓം വരും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി സെക്വേർഡ് ബൈ കോമ്പിനേഷൻ ഓഫ് 4 കോയിൽസ് ഓഫ് റെസിസ്റ്റൻസസ് 4 ഓം, 8 ഓം, 12 ഓം ആൻഡ് 24 ഓം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 റെസിസ്റ്ററുകളുണ്ട്. 4 ഓം, 8 ഓം, 12 ഓം, 27 ഓം. ഈ 4 റെസിസ്റ്ററുകളും എങ്ങനെ കണക്ട് ചെയ്താലാണ് അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നതും അതുപോലെ മിനിമം റെസിസ്റ്റൻസ് കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ആസ് പെർ ദ ഷോൺ ഫിഗർ കണക്ട് ദ റെസിസ്റ്റേഴ്സ് വി ക്യാൻ ഗെറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 2 ഓം. നമുക്ക് 2 ഓം, അതായത് ഈ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് ഓം ആയിട്ടായിരിക്കും നോക്കണം. നമുക്ക് 2 ഓം എങ്ങനെ കിട്ടുന്നു നോക്കാം. ഫിഗർ കണ്ടില്ലേ, 4 ഓം, 8 ഓം, 12 ഓം, 24 ഓം. ഇത് 4 കൂടെ പാരൽ ചെയ്തു. പാരൽ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് അതിൻ്റെ LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2 + 1/R3 + 1/R4 ആണ്. ദാറ്റ് ഈസ് 1/4 + 1/8 + 1/12 + 1/24. ഇനി LCM എടുക്കുമ്പോൾ 4, 8, 12, 24 LCM എന്ന് പറഞ്ഞാൽ 24 തന്നെയാണ്. അപ്പോൾ 24നെ വെച്ച് നോക്കുമ്പോൾ 1/R = 6 + 3 + 2 + 1 ഡിവൈഡഡ് ബൈ 24 എന്ന് പറഞ്ഞാൽ 12/24. അപ്പോൾ 1/R = 12/24 ആണെങ്കിൽ R = 24/12, ദാറ്റ് ഈസ് 2 ഓം. അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ ലോവസ്റ്റ് റെസിസ്റ്റൻസുകൾ കിട്ടി. ഇനി ഇതിനെ ലോവസ്റ്റ് ആക്കാൻ പറ്റത്തില്ല, കാര്യം പാരലലാണ് എപ്പോഴും റെസിസ്റ്റൻസ് ലോ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലലാണ്. അവിടെ നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഫോം ഓഫ് ദ above 4 resistors connections. Okay, system of connection is in parallel. നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? അവർ ഇനി ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്, മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നത് എങ്ങനെയാണ്, ഏറ്റവും ഹയസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്. ആസ് പെർ ദ ഷോൺ ഫിഗർ കണക്ട് ദ റെസിസ്റ്റേഴ്സ് വി ക്യാൻ ഗെറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 48 ഓം. 48 ഓം കിട്ടും. നമുക്കിത് ഈ രീതി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 ഓം, 4 ഓം, 8 ഓം, 24 ഓമിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് 2 ഓം ആയെങ്കിൽ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ദാറ്റ് ഈസ് R = R1 + R2 + R3 + R4 ആണ്. 4 + 8 + 12 + 24. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് 24 സീരീസ് = 48 ഓം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്